നടേശൻ സാറേ, പത്മ പുരസ്കാരം നമുക്ക് വേണ്ട. എന്തുകൊണ്ടും അത് വെച്ചുകൊണ്ടിരിക്കുന്നത് പന്തിയല്ല. കാരണം രാഷ്ട്രപതി ഏതെങ്കിലും കാരണവശാൽ ഇത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതുമൂലം അങ്ങയ്ക്കും അങ്ങയുടെ പ്രസ്ഥാനത്തിനും ഉണ്ടാകാവുന്ന കനത്ത തിരിച്ചടി ഒരിക്കലും സഹിക്കാനൊക്കുന്ന ഒന്നല്ല. ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ എന്ന് പറയുന്ന സംഘടനയുടെ RS ശിവകുമാറാണ് രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. അത് ഗവൺമെന്റിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്, വേണ്ട അന്വേഷണം നടത്തി അല്ലെ തീരുമാനമെടുക്കാൻ. ഏതായാലും രാഷ്ട്രപതി ഇത് സ്വീകരിക്കുകയും അത് ഗവൺമെന്റിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്ത സ്ഥിതിക്ക് ഒരു പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് രാഷ്ട്രപതിക്ക് ബോധ്യമായി എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ. അല്ലെങ്കിൽ അവരല്ലേ കൊടുത്തത്. അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട എന്ന് വളരെ ബഹുമാന പുരസ്സരം നന്ദിയോടുകൂടി മടക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഈ പുരസ്കാരം തരണ്ട എന്ന് അപേക്ഷിക്കുകയോ അഭ്യർത്ഥിക്കുകയോ ചെയ്യുകയാണ്. അങ്ങേരെ ചെളിവാരി തേക്കുവാൻ ഇവിടെ പലരുമുണ്ട് എന്നുള്ളതറിയാമല്ലോ. ഇപ്പോൾ സുകുമാരൻ നായർ സാർ പോയത് അദ്ദേഹത്തിന് കൊടുക്കാതെ അങ്ങയ്ക്ക് തന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണല്ലോ. വേറെ എന്ത് കാര്യം പറഞ്ഞാലും അതൊന്നുമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏതായാലും ഇത് വേണ്ടെന്ന് വയ്ക്കുക. ഇപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ അങ്ങയുടെ മാനവും രക്ഷപ്പെടും, അങ്ങയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ, അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ മാനവും രക്ഷപ്പെടും. അങ്ങേ കരിവാരിത്തേക്കാൻ നടക്കുന്ന ഈ കുറേ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു കനത്ത പ്രഹരവും ആകും. കാരണം അങ്ങയ്ക്ക് വേറൊന്നുകൂടി പറയാനുണ്ട്. ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. കാശ് കൊടുത്താൽ കിട്ടുന്നതാണ് ഇതെന്ന് ഞാൻ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനിത് സ്വീകരിച്ചാൽ ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കും ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണെന്ന്. അങ്ങനെ ഒരു പേരുദോഷവും കൂടി അങ്ങയ്ക്ക് പത്മപുരസ്കാരം തന്ന സർക്കാരിനും ഉണ്ടാകും. ഇതെല്ലാം ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം ഇത് വേണ്ടെന്ന് വയ്ക്കുക, നന്ദിപൂർവ്വം വേണ്ടെന്ന് വയ്ക്കുക.